മാതൃഭൂമിക്കെതിരെ കേസ് കൊടുത്തില്ലായിരുന്നു? ഉവ്വ്. അതിന്റെ അവസ്ഥ എന്തായി? മാതൃഭൂമിയുടെ 2 കേസുണ്ട്. ഉം. ഒന്ന് പണ്ട് ഈ ഓയാന്നും പറഞ്ഞ് ഒരു ആ, സ്റ്റിക്കറിന്റെ അതന്നെ പേരിൽ ഒരു പെൺകുട്ടിയെ എന്തോ അതൊക്കെയാണ് ഹൈറ്റ്സ് ഓഫ് അറഗൻസ് എന്ന് പറയുന്നത്. അതായത് ഒരു എന്താ പറയാ ഒരു ഈ ആഴക്കടൽ കേസിലാ തോന്നല്ലേ? അതെ ആ സമയത്ത് ഞാൻ പറഞ്ഞില്ല, ഞാൻ മാധ്യമങ്ങളുമായിട്ട് ആ സമയത്ത് മറുപടി മിണ്ടില്ല പറയുന്നത്. എന്ന് ഞാൻ സംസാരിക്കാൻ ശ്രമിച്ചതാ. ഞാൻ മിണ്ടുന്നില്ല എന്ന് പറഞ്ഞാണ്, വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞ. ഒരു മനുഷ്യൻ മിണ്ടാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബഹുമാനിക്കാനുള്ള മിനിമം മര്യാദ, ആ സംസ്കാരം ഇല്ലാത്ത മാധ്യമ പ്രവർത്തകരാണ് ഇന്നത്തെ കാലത്ത് ഈ മൈക്കും പിടിച്ചുകൊണ്ട് നടക്കുന്ന ബഹുഭൂരിപക്ഷം പേരും, അൺഫോർച്ചുനേറ്റ്ലി. അപ്പോൾ അതിൽ ഇപ്പോൾ മാതൃഭൂമിയുടെ അവർ കൊട്ടേഷൻ എടുത്ത പോലെയായിരുന്നു. അവർ 2 ദിവസമായിട്ട് പലരെ വെച്ച് മാറി മാറി വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നമുക്കത് മനസ്സിലാവുന്നുണ്ട് അത് മനഃപൂർവ്വം ചെയ്യുന്നത്. കാരണം ബീറ്റ് നമുക്കറിയാലോ, ജേർണലിസ്റ്റ് ബീറ്റ് ഉണ്ടാവും. ആ ബീറ്റ് നോക്കുന്ന ഒരു ജേർണലിസ്റ്റ് അയാളാണ് വിളിക്കുക, അല്ലാതെ 10 പേരൊന്നും വിളിക്കില്ല. മാറി മാറി 10 പേര് ഇങ്ങനെ പല നമ്പറിൽ നിന്ന് വിളിക്കുക, അതിൻ്റെ പ്രൈവറ്റ് നമ്പറിലേക്ക്, ഡു നോട്ട് ഡിസ്റ്റർബ് ഉള്ള നമ്പറിലേക്കാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വീട്ടിലാണ് അന്ന് കോവിഡ് കഴിഞ്ഞ ആ ഒരു പീരീഡ് ആണല്ലോ. അപ്പോൾ അന്ന് കുട്ടികളുടെ ട്യൂഷൻ ഉൾപ്പെടെ ചില ക്ലാസ്സൊക്കെ വരുമ്പോൾ കാരണം ഡിവൈസ് എല്ലാം ഒന്നും വെച്ചാൽ നടക്കുകയില്ല. ഇതിൽ മെസ്സേജുകൾ വരുന്നുണ്ട്, കുട്ടികളൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അപ്പം അന്ന് ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് വൈഫാണ് ഇത് കാണുന്നത്. പിന്നെയും വിളിച്ച് ആരാന്ന് പോലും നമുക്കറിയില്ല, ഇത് ആണാണോ പെണ്ണാണോ എന്ന് പോലും നമുക്കറിയില്ലല്ലോ. ഇവർ വിളിച്ചുകൊണ്ടിരിക്കുക, എന്നിട്ട് വളരെ അഹങ്കാരത്തോടെ ധാർഷ്ട്യത്തോടെ ഒരു മെസ്സേജാണ് ഇടുന്നത്. എന്താണ്, നിങ്ങളെ ഉപദ്രവിക്കില്ല എന്ന്. ഇവരാരാ നമ്മളെ ഉപദ്രവിക്കും, നിങ്ങൾ ഉപദ്രവിക്കില്ല, ഇതാക്കാനോ അങ്ങനെ എന്തോ ഒരു മെസ്സേജാണ്. അപ്പോഴാണ് ഓയാന്നും പറഞ്ഞ് സ്റ്റിക്കർ വെച്ചോളൂ. അത് മനസ്സിൽ അശ്ലീലം ഉണ്ടാവും, അല്ലാതെ ഓയാന്നോ. അതും മറ്റേ സീമയില്ലേ നടി, അവര് ഒരു സിനിമയിൽ സുമാരൻ അടിക്കുന്ന ഒരു സീനുണ്ട്. അടിച്ചിട്ട് വേദനയോടെ പൊളഞ്ഞിങ്ങനെ തിരിഞ്ഞ് നിൽക്കുകയാണ് വേദനയോടെ. അത് കണ്ടിട്ട് അതിനകത്തുനിന്ന് അശ്ലീലം കാണണമെങ്കിൽ എന്തായിരിക്കണം? ഇത് കോടതിയിലെ ഉത്തരം പറഞ്ഞാൽ മതി. എന്നിട്ട് അവരത് അതിന്റെ പേര് പോലീസ് കേസ് കൊടുത്തു. അതൊക്കെ അന്വേഷിച്ച് ചീറ്റിപ്പോയില്ലേ? ആ കേസ് തള്ളി, മജിസ്ട്രേറ്റ് തള്ളി. എന്നിട്ട് അതിന്റെ പേരിൽ പിന്നെയും കൊണ്ട് അന്വേഷണം ഇട്ടു. അത് അതിലും രസം. ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ ഉദ്യോഗസ്ഥരുടെ ഒരു സ്റ്റാൻഡേർഡ് ഇല്ലായ്മയും കൂടെയാണ് ഇവിടെ കാണുന്നത്.